ഡോക്ടർ, ഇപ്പോൾ ഈ വൈറൽ ഫീവർ മറ്റും പനികളിൽ നിന്നുള്ള വ്യത്യസ്തതയും ഡോക്ടർ പറഞ്ഞത്. ഇതിൽ വരുന്ന കൺഫ്യൂഷൻസും ഡോക്ടർ പറയുണ്ടായി. ഇനി വേറെ എന്തെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ വൈറൽ ഫീവർ ആണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റ് എന്തെങ്കിലും പനികൾ ഈ ഒരു സമയത്തുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കേരള സൊസൈറ്റി എന്ന് പറയുന്നത് ഹൈപ്പർ അലേർട്ട് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ അൽഗോരിതം നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യപ്പെടുന്ന കോണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹെൽത്താണ്. ഹെൽത്തിൽ ജെനുവിൻ കോണ്ടന്റ് കൊടുക്കുന്നവർക്കൊന്നും റീച്ച് കിട്ടില്ല. അതിൽ കുറേ ഗിമിക്സ്, അല്ലെങ്കിൽ ഈ അസുഖം മാറാൻ ഈ 3 മരുന്നുകൾ കഴിച്ചാൽ മതി, ഈ അസുഖം മാറാൻ ഈ 5 ടെസ്റ്റ് ചെയ്താൽ മതി, ഈ അസുഖം മാറാൻ ഈ 3 ഭക്ഷണം കഴിച്ചാൽ മതി, അതെല്ലാം ഈസിയാക്കി കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കാണ് റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കേരള കമ്മ്യൂണിറ്റി അതിൻ്റെ ഒരു ഷെയറബിലിറ്റിയും വൈറാലിറ്റിയൊക്കെ നോക്കുക. അത് കാരണം ആളുകൾക്ക് ഹെൽത്തിനെ കുറിച്ചൊന്നും പറയണ്ട എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ആളുകൾ ഹൈപ്പർ അലേർട്ടാണ്. ഈ സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ പാനിക് ആവണ്ട, കാമാവുക. സാധാരണ പനികളെ ഇപ്പോൾ നാട്ടിലുള്ളൂ. ഇൻഫ്ലുവൻസ കുറവാണ്, ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനിയും ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി കുറവാണ്, ജലദോഷപ്പനി വ്യാപകമായിട്ടുണ്ട്. അതിൽ സാധാരണ നമ്മൾ കോവിഡ് കാലത്ത് സ്വീകരിച്ച അടിസ്ഥാന മാനദണ്ഡങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും മാത്രം പാലിക്കുക, ക്ഷമയോടെ വീട്ടിലിരിക്കുക, 3 ദിവസത്തിൻ്റെ മുകളിൽ മാത്രം ഒരു സാധാരണ വ്യക്തി ഡോക്ടറെ സമീപിക്കുക. അസ്വാഭാവിക അടയാളങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വൃദ്ധരോ കുട്ടികളോ ഗർഭിണികളാണെങ്കിൽ അതിനു മുന്നേ തന്നെ ഡോക്ടറെ സമീപിക്കുക. ഇതാണ് അതിൻ്റെ ബേസിക് അൽഗോരിതം.